ആദ്യം ഇടുക്കിയിലേക്കാണ്, ജെയിനസ് രാജുവിലേക്കാണ്. ജെയിൻ, ഗുഡ് മോർണിംഗ്. മഴ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്, അലേർട്ടൊക്കെ ഉണ്ട് ഇടുക്കിയിൽ. പ്രത്യേകിച്ച് വിനോദസഞ്ചാരത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു മേഖല കൂടിയാണ്. ഒരുപാട് സഞ്ചാരികളൊക്കെ എത്തേണ്ടതായിട്ടുണ്ട്, അവർക്കൊക്കെ ഉള്ള ഒരു അറിയിപ്പും നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇടുക്കിയിലെ ഒരു സാഹചര്യം? പൂജ, ജില്ലയിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നലെ മുതൽ ജില്ലയിൽ പരക്കെ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും നല്ല മഴ, ഒറ്റപ്പെട്ട ശക്തമായ മഴ പല ഭാഗത്തും ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു തെളിഞ്ഞ അന്തരീക്ഷമാണെന്ന് പറയാൻ കഴിയില്ല, മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഏത് സമയത്തും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറുതോണി ഉൾപ്പെടെയുള്ള മേഖലകളിൽ രാവിലെ മഴ പെയ്തിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ കാര്യമായിട്ടുള്ള മഴ ഇന്ന് പുലർച്ചെ, നേരം പുലർന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നേരത്തെ പൂജ സൂചിപ്പിച്ചതുപോലെ ജില്ലയിലെ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. പല സ്ഥലത്തും മണ്ണിടിയാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ജില്ലയിലേക്ക് വിനോദസഞ്ചാരികൾ വരുന്നതിന് നിയന്ത്രണമൊന്നുമില്ല. പക്ഷേ ഈ വെള്ളച്ചാട്ടങ്ങളും അതോടൊപ്പം തന്നെ മണ്ണിടിയാൻ സാധ്യതയുള്ള മേഖലകളിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. വേനൽ അവധി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും മൂന്നാറും അതോടൊപ്പം തന്നെ തേക്കടിയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ അനുഭവപ്പെടുന്നുണ്ട്. വിനോദസഞ്ചാരികൾക്ക് വരുന്നതിന് നിയന്ത്രണമില്ല, പക്ഷേ വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള പുഴയിൽ ഇറങ്ങുന്നതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, മലങ്കര ഡാമിന്റെ ഷട്ടർ 1 മീറ്റർ വരെ ഉയർത്താൻ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഡാമിന്റെ സംഭരണ ശേഷിയോടൊപ്പമാണ് ഡാം ഇപ്പോൾ നിലവിൽ ജലനിരപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഡാമിന്റെ ഷട്ടർ 1 മീറ്റർ വരെ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തൊടുപുഴ ആറിന്റെയും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ ആറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. മലങ്കര ഡാം നമുക്കറിയാം, ഇടുക്കി പദ്ധതിയുടെ ഭാഗമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വെള്ളം എത്തി അത് സംഭരിക്കുന്ന ഡാമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉൽപ്പാദനം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാമിലെ ജലനിരപ്പ് കൂടുതലാണ്. മഴ കൂടി എത്തുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിലാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ശരി ജെയിൻ, എന്തായാലും ഇടുക്കിയിലെ ഒരു സാഹചര്യം നമുക്ക് തന്നെ അറിയാം. ഒരുപാട് ആൾക്കാർ യാത്രയൊക്കെ പോകുന്ന സ്ഥലമായതുകൊണ്ടാണ് അതിനൊരു ഊന്നൽ നൽകി ആദ്യം തന്നെ എടുത്തത്. കാരണം എന്റെ കൂട്ടുകാരൊക്കെ കഴിഞ്ഞ ദിവസം അവർ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് അങ്ങോട്ടേക്കുള്ള യാത്രയ്ക്കൊക്കെ പോയിട്ടുണ്ട്. വെക്കേഷൻ സമയം ആയതുകൊണ്ടൊക്കെ ആൾക്കാർ ഒരുപാട് എത്തുന്നതുമാണ്. അതുകൊണ്ട് പക്ഷേ ഈ മഴ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിനി പത്തനംതിട്ടയിലേക്ക് പോകാം. CK അഭിലാൽ അവിടെ നിന്നും ചേരുന്നുണ്ട്. അഭിലാൽ, കഴിഞ്ഞ ദിവസം തന്നെ വളരെ പെട്ടെന്നുള്ള ഒരു അറിയിപ്പാണ് രാത്രിയോടുകൂടി പത്തനംതിട്ടയിൽ നിന്നും നമുക്ക് അലേർട്ടായിട്ട് ലഭിച്ചത്. നല്ല മഴയുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴവിടെ? പൂജ, ഗുഡ് മോർണിംഗ്. റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെടുകയും വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ രാത്രി മുതൽ ഇതുവരെയുള്ള സമയം, ഏറെക്കുറെ 13 മണിക്കൂർ സമയം പരിശോധിക്കുകയാണെങ്കിൽ നേരിയ ചാറ്റൽ മഴ മാത്രമാണ് ജില്ലയിൽ പരക്കെ ലഭ്യമാകുന്നത്. ഞാനിപ്പോൾ കുട പിടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കുടയില്ലാതെയും ആളുകൾക്ക് നടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ അത്ര ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ജില്ലയിൽ ലഭ്യമായിരിക്കുന്നത്. എന്നാൽ വരുന്ന മണിക്കൂറുകളിൽ മഴയുടെ ശക്തി അല്പം മെച്ചപ്പെടാനുള്ള സാധ്യത കണക്കിൽ എടുക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടം മെച്ചപ്പെട്ട നിലയിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. മുൻകാലയളവിൽ വലിയ തോതിലുള്ള മലവെള്ളപ്പാച്ചിൽ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവ ഉണ്ടായിട്ടുള്ള മേഖലകളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മേഖലയിൽ അടക്കം അതിശക്തമായ മഴ ലഭ്യമാകുന്ന സാഹചര്യമുണ്ട് എങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ 44 ഇടങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം കോന്നി താലൂക്ക് പരിധിയിൽ വരുന്ന പ്രദേശങ്ങളാണ്. തിരുവല്ല താലൂക്കിൻ്റെ പരിധിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ മേഖലകളിൽ നിന്നും ഇത്തരത്തിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിൽ ആളുകളെ ഒഴിപ്പിക്കേണ്ടി വരുന്ന പശ്ചാത്തലത്തിൽ അവർക്ക് താമസിക്കുന്നതിനായി ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് ആവശ്യമായ സ്ഥലങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് രാത്രി യാത്രയ്ക്ക് നിരോധനം ഇന്നലെ തന്നെ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ 6 മണി വരെയുള്ള സമയത്ത് ഈ മേഖലയിലേക്കുള്ള യാത്ര ഒഴിവാക്കാനാണ് നിർദ്ദേശം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ അടക്കം പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടവഞ്ചി സവാരി, അതോടൊപ്പം തന്നെ ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം എന്നിവ തടഞ്ഞിട്ടുണ്ട്. 23-ാം തീയതി വരെയാണ് നിലവിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിർദ്ദേശിച്ചിട്ടുള്ളത്.